നമ്മുടെ പരിപാടികൾ ആരംഭിക്കാറായി. നമ്മുടെ ഭരതം മെമ്പർമാരും അതുപോലെ തന്നെ പുറത്തു നിന്നും ഇന്ന് നമ്മുടെ കാണികൾ വന്നിട്ടുണ്ട്, ആസ്വാദകർ വന്നിട്ടുണ്ട്. ഭരതത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഭരതം 10-22 വർഷത്തിന് മുമ്പ് നമ്മളെ നിലയങ്കോട് നാരായണ സാറ് പ്രസിഡൻ്റായിട്ടാണ് നമ്മളിത് ആരംഭിച്ചത്. അതിനുശേഷം വളരെ ഇന്ത്യയിലും പുറത്തുമുള്ള എല്ലാവരും ഒരുവിധം ഡാൻസ് ഇവിടെ ഭരതത്തിൽ വന്നിട്ടുണ്ട്. ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല, നമ്മുടെ പരിപാടിയിലേക്ക് സമയം ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ നമ്മുടെ ഡാൻസ് അവതരിപ്പിക്കുന്നത് ഊർമിള മുല്ലപ്പള്ളി. അവരെ പറ്റി പറയുകയാണെങ്കിൽ കുട്ടനെല്ലൂർ സ്വദേശിയാണ്, തൃശ്ശൂർ സ്വദേശിയാണ്. പക്ഷേ ഇപ്പോൾ ബാംഗ്ലൂരാണ് താമസവും. അവിടെ തന്നെ അധികം ഒരു സ്കൂൾ ഓഫ് ഡാൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയിട്ടുണ്ട്. അവിടെയാണ് നൃത്തങ്ങളും മറ്റും അവതരിപ്പിച്ച് കുട്ടികളെ പരിശീലിപ്പിക്കുന്നത്. അവിടെ നിന്നും തന്നെയാണ് അവർ PhD നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിനുശേഷം PhDക്ക് ശേഷം ഇവിടെ പല ബാംഗ്ലൂർ അതുപോലെ തന്നെ മറ്റുള്ള സ്ഥലങ്ങളിൽ മുഴുവൻ പരിപാടികൾ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് വന്ന നമ്മുടെ എല്ലാ ആസ്വാദകരെയും സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മുടെ ഊർമിള മുല്ലപ്പള്ളിയെയും വാദ്യകലാകാരന്മാരെയും സ്വാഗതം ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ. അവതരിപ്പിക്കാൻ പോകുന്ന ഭരതനാട്യ കച്ചേരിയിലേക്ക് ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യാണ്. എല്ലാ ഗുരുക്കന്മാരെയും ഇവിടെ ഒത്തുകൂടിയിരിക്കുന്ന എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. എല്ലാവരുടെയും അനുഗ്രഹത്തോടെ ഞാൻ ആരംഭിക്കുകയാണ്. ആദ്യമിനമായത് ഗണേശസ്തുതി. സർവവിഘ്നഹാരിയായ ശ്രീ ഗണേശ്വരനെ സ്തുതിച്ചുകൊണ്ട് ശ്രീ മുത്തുസ്വാമി ദീക്ഷിതർ ചിട്ടപ്പെടുത്തിയ നാട്ടരാഗത്തിലും ആദിതാളത്തിലും ഉള്ള മഹാഗണപതി. സമഞ്ജിത കലാനിധിം അപാർത്ഥ വിഘ്നദാമിശ്രം ശൂർപകർണം ഉപാസ്മഹേ झुन्नो तरगड़दोम तरगड़दोम धिम धिम तझुन्नो धिम तरत झुन्नो तधिम धिम तझुन्नो तरत झुन्नो तरगड़दोम तरगड़दोम धिम 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 तरत झुन्नो तधिम धिम तझुन्नो तरत
അടുത്തതായി വേദിയിൽ അവതരിപ്പിക്കുന്നത് മൈസൂർ ജതിയാണ്. ഭരതനാട്യം മാർഗത്തിലെ ജതിസ്വരം പോലെ തന്നെ മൈസൂർ ബാണിയിൽ ചെയ്തു വരുന്ന ഒരു നൃത്ത ഇനമാണ് മൈസൂർ ജതി. പേരുപോലെ തന്നെ നൃത്ത പ്രാധാന്യമുള്ള ഒരു ഇനമാണിത്. മൈസൂർ ബാണിയിൽ പ്രശസ്ത നർത്തകിയും ഗുരുവുമായ വെങ്കടലക്ഷ്മമ്മ ആദ്യമായി രൂപകൽപ്പന ചെയ്തതാണിത്. പിന്നീട് പല ബാണികളിലും പല ചിലവിധ വ്യതിയാനങ്ങൾ വരുത്തി ചെയ്തു പോരുന്നുണ്ട്. ഹംസധ്വനി രാഗത്തിലും ആദിതാളത്തിലും ചിട്ടപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ഇന്ന് ജതിസ്വരത്തിൽ നിന്ന് ഒരു വ്യത്യാസമായി മൈസൂർ ജതി ഇവിടെ അവതരിപ്പിക്കുന്നു.
रूप सुधाकर धुतर ताकर नीके ब्रोकर परागु प्रताप राम सद्गुण धाम तत्तुम तत्किट्ट रक्क रक्कुम करि किट्ट रक्क रा किण्ण धी किण्ण छे किण्ण डम किण्ण श्रीकर सत्य वशीकर दीन दयाकर कांति दिवाकर रूप सुधाकर गुणर ताकर नीके ब्रोकर परागु प्रताप राम सद्गुण धाम तत्तुम तत्किट्ट रक्क रक्कुम करि किट्ट रक्क रक्कुम तत्किट्ट रक्क रक्कुम करि किट्ट रक्क तत्तुम तत्किट्ट रक्क रक्कुम करि किट्ट तजुम तकजुम तजुम तरे ताम ताम धिम तरे गिट तक तजुम तकजुम तजुम तरे ते 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 तरे गिट तक तजुम तकजुम तजुम तरे അടുത്തതായി ഈ വേദിയിൽ ഞാൻ അവതരിപ്പിക്കുന്നത് ഒരു കൃഷ്ണ ഭജൻ. ബൃന്ദാവനെ വേണു എന്ന് തുടങ്ങുന്ന മറാഠി ഭാഷയിൽ എഴുതപ്പെട്ടിട്ടുള്ള ഒരു ഭജനാണിത്. ബിംബലാസ് രാഗത്തിൽ കേൾക്കാൻ വളരെ സൂത്തനിങ് ആയിട്ടുള്ള ഒരു രാഗമാണ്. എനിക്ക് തോന്നുന്നു നൃത്ത ആസ്വാദകരല്ലെങ്കിൽ കൂടിയും ആസ്വദിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു രാഗം ആണത്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു എൻ്റെ ഹസ്ബൻഡ് തന്നെ ആയിരിക്കും. ആളിവിടെ ഇന്ന് വന്നിട്ടില്ല എങ്കിലും ഒരു നൃത്ത ആസ്വാദകനൊന്നും അല്ലെങ്കിൽ കൂടിയും ഇങ്ങനെയുള്ള ചില രാഗങ്ങൾ കേൾക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു സാധാരണ ഒരു ആൾക്കാർക്ക് വരെ കേൾക്കാനും ആസ്വദിക്കാനും കഴിയുന്ന ഒരു രാഗം ആണിത്. വൃന്ദാവനത്തിലെ കൃഷ്ണൻ്റെ ഓടക്കുഴൽ വിളി നാദം കേട്ടിട്ട് അത് ആസ്വദിക്കുന്ന ഗോപികമാരും മയിലിൻ്റെ നൃത്തവും നൂപുരത്തിൻ്റെ ശബ്ദങ്ങളും ശ്രവിക്കുന്ന അങ്ങനെ മനോഹരമായിട്ട് വളരെ ലളിതമായ രൂപത്തിൽ ചിട്ടപ്പെടുത്തിയിട്ടുള്ള ഒരു ഭജൻ. ഇതിന്നിവിടെ കോറിയോഗ്രാഫി ചെയ്തിരിക്കുന്നത് എൻ്റെ പ്രിയ ഗുരുവായ ശിശിര മാം തന്നെയാണ്. അപ്പോൾ അടുത്തത് വൃന്ദാവനെ വേണു. വൃന്ദാവനേ വേണും വൃന്ദാവനേ വേണു വൃന്ദാവനേ വേണു വൃന്ദാവനേ വേണു ഭജേ വൃന്ദാവനേ വേണു ഭജേ വൃന്ദാവനേ വേണു വേണു കവനാച
വേണു ഭജേ വൃന്ദാവനേ വേണു ഭജേ വൃന്ദാവനേ വേണു വൃന്ദാവനേ വേണു വൃന്ദാവനേ വേണു. അടുത്തതായി ഇന്നത്തെ കച്ചേരിയിലെ പ്രധാന ഇനമായ വർണ്ണമാണ്. ഇന്നും എൻ മനം എന്ന് തുടങ്ങുന്ന ചാരുകേശി രാഗത്തിലുള്ള ഈ പദവർണ്ണം ശ്രീ ലാൽഗുഡി ജയരാമൻ സാറാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നും എൻ മനം അറിയാതവർ പോലെ ഇരുന്തിടൽ ന്യായമാ യാധവ മാധവ. അതായത് നിന്നെ ഇത്രയും അധികം ആരാധിച്ചിട്ടും സ്നേഹിച്ചിട്ടും ഇന്നുവരെ ഈ മനസ്സ് കാണാത്തതുപോലെ അങ്ങിരിക്കുന്നത് അത് ന്യായമാണോ എന്ന് നായിക ചോദിക്കുകയാണ്. ഇത്രയും കാലം കാത്തിരുന്നിട്ടും കൃഷ്ണൻ വരാത്തത് എന്തുകൊണ്ട് എന്ന ശങ്കയോട് കൂടിയ ഒരു ചോദ്യമാണ്. വിപ്രലബ്ധ നായികയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ഈ വർണ്ണം ഇന്നിവിടെ അവതരിപ്പിക്കുന്നത് പോലെ കൊറിയോഗ്രാഫി ചെയ്ത് തന്നിരിക്കുന്നത് കലാക്ഷേത്ര ശ്രീ അരുൺ ശങ്കർ സാറാണ്. സാറിനെ ഇന്നിവിടെ ക്ഷണിച്ചിരുന്നെങ്കിലും മറ്റു ചില തിരക്കുകൾ കാരണം സാറിന് ഇന്നിവിടെ വരാൻ കഴിഞ്ഞിട്ടില്ല. തമിഴ് ഭാഷയിലുള്ള ഈ വർണ്ണം ആദ്യ താളത്തിലാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അടുത്തതായി വർണ്ണം. മന്നാർക്കമല വണ്ണമണി വർണ്ണ എൻ മനം അറിയാതവ പോല ഏറും ദേടൽ ന്യായം എൻ മനം അറിയാതവ പോല ഏറും ദേടൽ ന്യായമ യാദവ മാധവ എൻ മനം യാദവ
झम त झम त तरिकिड़ तक धिम त झम त तरिकिड़ तक झम त झम त तरिकिड़ तक धिम त तरिकिड़ तक धूम त तरिकिड़ तक धूम त तरिकिड़ तक डम त तरिकिड़ तक धिम त झम त ततिकिन्न तुम त ततिकिन्न तुम ते ततिकिन्न तुम धिम त तरिकिड़ तक धूम त तरिकिड़ तक झम त तरिकिड़ तक डम त तरिकिड़ तक धिम त झम त ततिकिन्न तुम त ततिकिन्न तुम ते ततिकिन्न तुम धिम त तरिकिड़ तक धूम त तरिकिड़ तक झम त तरिकिड़ तक डम त तरिकिड़ तक धिम त झम त ततिकिन्न तुम त ततिकिन्न तुम ते ततिकिन्न तुम എൻ മനം അറിയാതവ ഓലയേറും ദേടയായും യാദവ മാധവ എൻ മനം അറിയാതവ യാദവ മാധവ എൻ മനം യാദവ മാധവ എൻ യാദവ മാധവ എൻ മനം അറിയാതവ ഓലയേറും യാദവ മാധവ എൻ മനം അറിയാതവ ഓലയേറും ദേടയായും യാദവ മാധവ എൻ മനം അറിയാതവ ഓലയേറും ദേടയായും യാദവ മാധവ
என் மனம் அறியாதவ போல தேட நியாயம் யாதவ என் மனம் அறியாதவ போல தேட யாதவ ಧಳಕ್ಕು ತಕ್ಕ ತೆಕ್ಕು ತಕ್ಕ ತೆಕ್ಕ ತಕ್ಕ ತೆಕ್ಕು ರ ಧಿಂ ಕಿಂಡ ತುಂ ರಕ್ಕ ರ ಧಿಂ ಕಿಂಡ ತುಂ ರ ಧಿಂ ಕಿಂಡ ತುಂ ಧಿಂ ಕಿಂಡ ತುಂ ಕಿಂಡ ತುಂ ರಕ್ಕ ದಿಕ್ಕು ರದ್ದಿಂ ಕಿಂಡ ತುಂ ರಕ್ಕ ರದ್ದಿಂ ಕಿಂಡ ತುಂ ರದ್ದಿಂ ಕಿಂಡ ತುಂ ಧಿಂ ಕಿಂಡ ತುಂ ಕಿಂಡ ತುಂ ಕಿಂಡ ತುಂ ಧಿಂ ಕಿಂಡ ತುಂ ರದ್ದಿಂ ಕಿಂಡ ತುಂ ರಕ್ಕ ರದ್ದಿಂ ಕಿಂಡ ತುಂ ರಕ್ಕ ದಿಕ್ಕು ರದ್ದಿಂ ಕಿಂಡ ತುಂ ಕಿಂಡ ತುಂ ಧಿಂ ಕಿಂಡ ತುಂ ತದ್ದಿಂ ಕಿಂಡ ತುಂ ತಕ್ಕ ತದ್ದಿಂ ಕಿಂಡ ತುಂ ತಕ್ಕ ದಿಕ್ಕು ತದ್ದಿಂ ಕಿಂಡ ತುಂ ತಕ್ಕ ದಿಕ್ಕು ತದ್ದಿಂ ಕಿಂಡ ತುಂ ತಕ್ಕ ತದ್ದಿಂ ಕಿಂಡ ತುಂ ತದ್ದಿಂ ಕಿಂಡ ತುಂ ಧಿಂ ಕಿಂಡ ತುಂ ಕಿಂಡ ತುಂ ಕಿಂಡ ತುಂ ಧಿಂ ಕಿಂಡ ತುಂ ತದ್ದಿಂ ಕಿಂಡ ತುಂ ತಕ್ಕ ತದ್ದಿಂ ಕಿಂಡ ತುಂ ತಕ್ಕ ದಿಕ್ಕು ತದ್ದಿಂ ಕಿಂಡ ತುಂ ತಕ್ಕ ದಿಕ್ಕು ತದ್ದಿಂ ಕಿಂಡ ತುಂ ತಕ್ಕ ತದ್ದಿಂ ಕಿಂಡ ತುಂ ತದ್ದಿಂ ಕಿಂಡ ತುಂ ಧಿಂ ಕಿಂಡ ತುಂ ಕಿಂಡ ತುಂ முன்னம் பகிண்டதோ என் நாடகமெல்லாம் முன்னம் பணிந்ததோ என் நாடகமெல்லாம் முன்னம் பணிந்ததோ என் நாடகமெல்லாம் முன்னம் பணிந்ததோ என் நாடகமெல்லாம் மன்னார் கமல வண்ணமணி வண்ண முன்னம் பணிந்ததோ என் நாடகமெல்லாம் முன்னம் பணிந்ததோ என் நாடகமெல்லாம் முன்னம் பயின்றதோ என் நாடகமெல்லாம் மன்னார் கமல வண்ணமணி வண்ண முன்னம் பணிந்ததோ என் நாடகமெல்லாம் மன்னார் கமல வண்ணமணி வண்ண பதனிதப மடவ மகரே ரம மணிதனி வதவ பகமரே கம பதனிச ரிசரி கமரி கச நிசதனி பதம பகமரி என் மனம் அறியாதவ போல பரிவில்லாத நெஞ்சம் தந்ததாய் பகலிலை வெல்லாம் நினைந்துருகும் பலவிதம் தன்னிலை நினைந்தழைத்தேன் மனம் கவிழ்த்தேன் ஒரு துணையிலே பரிவில்லாத நெஞ்சம் தந்ததாய்
കുഴലൂതും അഴകായി കണ്ണ കുരേരായോ 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 മപ ദമ പഗവരേ ഗസരിഗ കുഴലൂതും അഴകായി കണ്ണ உள்ளும் பூரம் எங்கும் இசை பொங்க வேண்டும் உள்ளும் பூரம் எங்கும் இசை பொங்க வேண்டும் குழலூதும் அழகாய் கண்ணா குறைதீராயோ குழலூதும் அழகாய் கண்ணா குறைதீராயோ குழலூதும் அழகாய் கண்ணா குறைதீராயோ தவ மகரே கம நிபதம பகம ரே கம நிதபம ரே க சரி கம கம சரி தபம பரி சரி தபம பதனி சரி கம கரி சரி தபம அழகாய் கண்ணா குறைதீராயோ குழலூதும் அழகாய் கண்ணா കുരേരായോ വെണ്ണയുണ്ണും വായ ഒലിയും മായ കൽവനും നീയ കണ്ണിയനീയ കതിർനിണം തൂയ ഉന്മനം കായ അൻപെല്ലാം പൊയ്യ വെണ്ണയുണ്ണും വായ ഒലിയും മായ കൽവനും നീയ കണ്ണിയനീയ കതിർനിണം തൂയ ഉന്മനം കായ അൻപെല്ലാം പൊയ്യ മുരുകരെ കുഴലൂതും അഴകായി കണ്ണ കുരേരായോ കുഴലൂതും അഴകായി കണ്ണ കുരേരായോ കുഴലൂതും പദനി പദമ പദമ പഗമനി ദവമ രെ ഗമ രെ ഗ സരി ധനി സരി ഗമ ദവമനി ദവ സനി ധരി ധനി ഗരി ധനി സഗരി പദനി രി സഗമ പദനി രെ ഗ കുഴലൂതും അഴകായി കണ്ണ കുരേരായോ കുഴലൂതും അഴകായി മുഴുമതിയെ കണ്ട കടലലെ പോലവും കുളിർമഴയിൽ നനയും ഇളവയിൽ പോലവും எனது உயிரும் உடலும் உழவும் நீ வந்து மனம் தந்து கரம் தந்து என் குழலூதும் அழகாய் கண்ணா മുഴുമതിയെ കണ്ട കടലലെ പോലവും കുളിർമഴയിൽ നനയും ഇലവയിൽ പോലവും எனது உயிரும் உடலும் உழவும் நெகிழ நீ வந்து மனம் வந்து கரம் தந்து என் குழலூதும் அழகாய் கண்ணா குறைதீராயோ முழுமதியை கண்ட கடலலை போலவும் குளிர்மழையில் நனையும் இளவெளியில் போலவும் எனது உயிரும் உடலும் உழவும் நெகிழ நீ வந்து மனம் தந்து கரம் தந்து என் குழலூதும்
കുളിരേറായോ കുഴലൂതും അഴകായി കണ്ണ കുളിരേറായോ കുഴലൂതും അഴകായി കണ്ണ കണ്ണ അടുത്തതായി വേദിയിൽ അവതരിപ്പിക്കുന്നത് ഒരു പദമാണ്. സാവേരി രാഗത്തിലും രൂപകതാളത്തിലും ശ്രീ പട്ടണം സുബ്രാമ അയ്യർ ചിട്ടപ്പെടുത്തിയിരിക്കുന്ന ഒരു പദം. ശ്രീ പരമശിവൻ്റെ പുത്രനായ കാർത്തികേയൻ ഇന്ദ്രൻ്റെ പുത്രിയായ ദേവസേനയെ വിവാഹം ചെയ്തതിനു ശേഷം കഴിയുന്ന കാലം ഒരിക്കൽ അകന്നു പോവുകയാണ്. വളരെയധികം ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അദ്ദേഹം വീട്ടിൽ തിരിച്ചു വന്നിട്ടില്ല. ദേവസേന അവരുടെ ഭർത്താവിനെ തിരിച്ചുവരവിനായി കാത്തിരിക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം കാർത്തികേയൻ വീട്ടിൽ തിരിച്ചെത്തുമ്പോൾ ആദ്യ ദൃഷ്ടിയിൽ തന്നെ അവർക്ക് മനസ്സിലാവുകയാണ് അദ്ദേഹം വേറൊരു സ്ത്രീയുടെ കൂടെ ആയിരുന്നു എന്ന്. അതിനുള്ള പല തെളിവുകൾ സഹിതം അവർ കാണിച്ചു കൊടുക്കുകയാണ്. എന്നാൽ ഇതെല്ലാം വെറും ശങ്ക മാത്രമാണ്, താൻ വേറെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് അദ്ദേഹം വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറയുന്നു. എന്നാൽ ഈ പറയുന്നതൊന്നും ഞാൻ വിശ്വസിക്കില്ലെന്നും ആ സ്ത്രീ ഇപ്പോൾ അങ്ങേ കാത്തിരിക്കുന്നുണ്ടാകും, വേഗം സമയം കളയാതെ അവരുടെ അടുത്ത് ചെന്നാലും എന്ന് നായിക പറയുകയാണ്. ഇതേവിടെ വീണ്ടും വേറെ വേണ്ടുമോ സ്വാമി, ഇതല്ലാതെ വേറെന്താണ് തെളിവ് വേണ്ടത് എന്ന് തുടങ്ങുന്ന പദം ഞാൻ ആദ്യം ഇവിടെ അവതരിപ്പിക്കാൻ വെച്ചിരുന്നത് വേറൊരു പദമായിരുന്നു. പിന്നെ ഞാനും എൻ്റെ ഗുരുവായ ശിശിര മാമും തമ്മിലുള്ള സംഭാഷണത്തിനിടയിൽ വന്ന ചില വരികൾ ഞങ്ങൾ ഈ പദത്തെക്കുറിച്ച് ഓർക്കുകയും മാം വെറുമൊരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ സമയം കൊണ്ട് എനിക്ക് വേണ്ടി ഇത് ഒരു കോറിയോഗ്രാഫി ചെയ്തു തരികയായിരുന്നു. അപ്പോൾ അടുത്തതായി പദം.
മതിത്തവൾ തന്നിൽ കാഞ്ചലരേ മതിത്തവൾ തന്നിൽ കാഞ്ചലരേ മുൻവാഴും സുബ്രഹ്മണ്യലോലരേ മതിത്തവൾ തന്നിൽ കാഞ്ചലരേ മുൻവാഴും സുബ്രഹ്മണ്യലോലരേ അന്ത പഞ്ചിയുടൻ കൂടി കൊഞ്ചിയനെ തിട്ടമൈ മുറിയും മഞ്ചൾ വാടയും ചൊല്ലതേ പഞ്ചിയുടൻ കൂടി കൊഞ്ചിയനെ തിട്ടമൈ കുറിയും മഞ്ഞൾ വാടയും ചൊല്ലതേ പഞ്ചിയുടൻ കൂടി കൊഞ്ചിയനെ തിട്ടമൈ മുറിയും മഞ്ഞൾ വാടയും ചൊല്ലതേ ഇതെവിട വേറെ വേണ്ടുമോ സാക്ഷി ഇതെവിടെയെന്നു വേറെ വേണ്ടുമോ സാക്ഷി ഇതെവിടെയെന്നു വേറെ വേണ്ടുമോ സാക്ഷി ഇതെവിടെയെന്നു വേറെ വേണ്ടുമോ സാക്ഷി ഇതെവിടെയെന്നു വേറെ വേണ്ടുമോ സാക്ഷി ஒன்றும் இல்லை இல்லை என்று கோடி பரவசம் எடுத்துரைகேறி அடுக்குமோ போ போ இதை விட வேறு வேண்டுமோ சாட்சி ஒன்றும் இல்லை இல்லை என்று கோடி பரவசம் எடுத்துரைகேறி அடுக்குமோ போ போ இதை விட வேறு வேண்டுமோ சாட்சி ஒன்றும் இல்லை இல்லை என்று கோடி பரவசம் எடுத்து எடுக்குமோ போ போ இதை விட வேறு வேண்டுமோ சாட்சி இதை விட வேறு வேண்டுமோ சாட்சி எத்தனை சொன்னாலும் என் செவி கேட்குமோ எனது குவின் பேச்சு எத்தனை சொன்னாலும் என் செவி கேள்
எங்கெங்கோ தேடுவாளோ பாவம் எழுந்திரும் நேரமாச்சோ அவள் இந்நேரம் எங்கெங்கோ தேடுவாளோ பாவம் எழுந்திரும் நேரமாச்சோ புத்தியில்லாதவள் போலே நீரெண்ணித்தான் போதிகிர்மே போல் சாதிக்கிற புத்தியில்லாதவள் போலே நீரெண்ணித்தான் போதிகிர்மே போல் சாதிக்கிற அந்த விதத்தை தொழிலெல்லாம் கூடிவையுமார் மீதில் நகம் பெட்ட போலே தெரியாதோ விதத்தை தொழிலெல்லாம் கூடிவைக்குமார் மீதில் நகம் பெட்ட போலே தெரியாதோ இதை விட வேறு வேண்டுமோ சாட்சி ஒன்றும் இல்லை இல்லை என்று கோடி பரவசம் எடுத்துரே அடுக்குமோ போ இதை விட இன்னும் வேறு வேண்டுமோ சாட்சி இதை விட இன்னும் வேறு வேண்டுமோ சாட்சி இதை விட வேறு வேண்டுமோ சாட்சி இதை விட வேறு வேண்டுமோ சாட்சி അടുത്തതായി വേദിയിൽ അവതരിപ്പിക്കുന്നത് കുട്രാള കുറുവഞ്ചി. വളരെ പ്രശസ്തമായ തമിഴ് നൃത്തശില്പം കുറുവഞ്ചി നാടകത്തിൽ നിന്നും ഭരതനാട്യത്തിലേക്ക് സ്വീകരിക്കപ്പെട്ട ഒരു അഭിനയ പ്രാധാന്യമുള്ള ഇനമാണിത്. 18-ാം നൂറ്റാണ്ടിൽ തമിഴ് കവിയായ തിരുകുട്രാള കുറുവഞ്ചി കവി രചിച്ച ഈ നാടകം കുട്രാളം നാടിൻ്റെ ഭംഗിയെയും അവിടുത്തെ മഹാശിവനെയും വർണ്ണിച്ചുകൊണ്ടാണ് രചിച്ചിരിക്കുന്നത്. ഈ ഒരു ഫോക്ക് ട്രഡീഷൻ ഭരതനാട്യത്തിൽ ആദ്യമായി ചിട്ടപ്പെടുത്തി അവതരിപ്പിച്ചത് തഞ്ചോർ ക്വാർട്ടറ്റ് ആയ ചിന്നയ്യ, പൊന്നയ്യ, വടിവേലു, ശിവാനന്ദം എന്നീ മഹാപ്രതിഭകളാണ്. പതിവായി നമ്മുടെ നാട്ടിൽ കണ്ടുവരാത്തതും എന്നാൽ തമിഴ്നാട്ടിലും മറ്റ് നാടുകളിലും പുറം നാടുകളിലും വളരെയധികം പ്രചാരത്തിലുള്ളതുമായ ഒരു ഫോക്ക് ട്രഡീഷൻ തന്നെയാണിത്. ഭരതനാട്യം മാർഗത്തിൻ്റെ ഭാഗമല്ലെങ്കിലും വളരെയധികം ആസ്വാദനജനകവും മനോഹരവുമാണിത്. ഒരു യങ് ആയിട്ടുള്ളൊരു നായിക അവരുടെ നാടിനെ വിവരിക്കുന്ന രീതിയിലാണ് ഇതുള്ളത്. അപ്പോൾ അടുത്തത് കുട്രാള കുറുവഞ്ചി. പച്ചമലേ പവളമഴേ എങ്ങളത് നാട് ധിന്നധീം ധിന്നധീം തക ധിന്നധീം ധിന്നധീം തദ്ധിന്നധീം ധിന്നധീം തജം 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 തദ്ധിന്നധീം ധിന്നധീം തക ധിന്നധീം ധിന്നധീം തദ്ധിന്നധീം ധിന്നധീം തകിട തകിട തകിടരാം തദ്ധിന്നധീം ധിന്നധീം തക ധിന്നധീം ധിന്നധീം തദ്ധിന്നധീം ധിന്നധീം തകിട തകിട തകിടരാം തദ്ധിന്നധീം ധിന്നധീം തക ധിന്നധീം ധിന്നധീം തജം 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 തജം. പച്ചമലേ പവളമലേ എങ്ങളത് നാട് പാർപ്പുകളും ചേർപ്പുകളും എങ്ങളത് നാട്
பரதமலை எங்களது நாடு, பாட்டுகளும் சேர்ப்புகளும் எங்களது நாடு, இச்சை தரும் கலைகள் எல்லாம் நிறைந்திருக்கும் நாடு, எங்கள் என்பவரும் எங்கள் தமிழ்நாடு. கோலாட்டம், கும்மி, காவடி, வயலாட்டம், வயலாட்டம், தப்பாட்டம், தப்பாட்டம், இச்சை தரும் கலைகள் எல்லாம் நிறைந்தெடுக்கும் நாடு, எல்லோரும் இன்பம் வரும் எங்கள் தமிழ்நாடு. தத்தண்டத்தீம் தக்கிட்டதோம் தத்தண்டத்தீம் தக்கிட்டதோம் தத்தண்டத்தீம் கட்டனை தத்தண்டத்தீம் தக்கிட்டதோம் தத்தண்டத்தீம் தண்டத்தீம் தத்தண்டத்தீம் தக்கிட்டதோம் தத்தண்டத்தீம் தண்டத்தீம் தத்தண்டத்தீம் தக்கிட்டதோம் தத்தண்டத்தீம் தண்டத்தீம் 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 தத்தண்டத்தீம் தண்டத்தீம் தக்கிட்டதோம் தக்கிட்டதோம் தக்கிட்ட கிளம்பும் விழி தெண்டும் வலம் வலம் பாடி நடக்கும், கிம்புறும் கொம்பெடுத்து கொம்புதினை எடுப்போம். கிளம்பும் விழி தெண்டெடுத்து வலம் பாடி நடக்கும், கிம்புறும் கொம்பெடுத்து கொம்புதினை எடுப்போம். முழங்குதிரை புணருவள்ளி கலங்கள் முத்தாடும், முற்றமெங்கும் பார்த்த பெண்கள் சிறி கொண்டாடும். முகழுதிரை புனலருவி கலங்கள் எல்லாம் முத்தாடும், முற்றமெங்கும் பறந்து பெண்கள் சிறை கொண்டாடும். தத்தண்டத்தீம் தண்டத்தீம் தக்கத்தண்டத்தீம் தக்கிட்டதோம் தத்தண்டத்தீம் தண்டத்தீம் தண்டத்தீம் தக்கிட்டதோம் தத்தண்டத்தீம் தண்டத்தீம் தண்டத்தீம் தக்கிட்டதோம் தத்தண்டத்தீம் தண்டத்தீம் தண்டத்தீம் தக்கிட்டதோம் தத்தண்டத்தீம் தக்கிட்டதோம் தத்தண்டத்தீம் தக்கிட்டதோம் தத்தண்டத்தீம் தண்டத்தீம் தண்டத்தீம் தக்கிட்டதோம். கொல்லிமலை எங்களுக்கு செல்லிமலை அம்மே, கொல்லனுக்கு காளிமலை பழனிமலை அம்மே. கொல்லிமலை எங்களிலே செல்லிமலை அம்மே, கொல்லனுக்கு காளிமலை பழனிமலை அம்மே. செல்லினங்கள் முலமாக்கு கொட்ட செல்லினங்கள் உளவு கொட்ட மயிலினகள் ஆடும் செல்லினங்கள் உளவு கொட்ட மயிலினகள் ஆடும். திருக்கூட மலையங்கள் செல்வமலை அம்மே, திருக்கூட மலையங்கள் செல்வமலை அம்மே, திருக்கூட மலையங்கள் செல்வமலை அம்மே. தாம் ததாம் தாம் தததை ததே தாம் தத தாம் ததா தாம் தததை ததே தாம் ததாம் தாம் தததை ததே தாம் தத தாம் ததா தாம் தததை ததே ஏ தாம் ததாம் தாம் தததை ததே தாம் தத தாம் ததா தே தததை ததே ஏ தாம் ததாம் தாம் தததை ததே தாம் தத தாம் ததா தே தததை ததே தே தாம் ததாம் தே தததை ததே தாம் தத தாம் ததா தே தததை ததே ஏ தாம் ததாம் தாம் தததை ததே தாம் தத தாம் ததா தே தததை ததே ஏ தாம் ததாம் தாம் தததை ததே தாம் தத தாம் ததா தே தததை ததே தே தததை ததே தே தததை ததே. അവസാനമായി വേദിയിൽ അവതരിപ്പിക്കുന്നത് തില്ലാന. കഥന കുതൂഹലം രാഗത്തിൽ അവതരിപ്പിക്കുന്ന ഈ തില്ലാന വളരെ ഉത്സാഹപൂർണവും ചലനസമ്പന്നവുമായ സമാപന നൃത്തഭാഗമാണ്. ശ്രീ ലാൽഗുഡി ജയരാമൻ സാർ ചിട്ടപ്പെടുത്തിയ ഈ തില്ലാന കോറിയോഗ്രാഫി ചെയ്തിരിക്കുന്നത് എൻ്റെ പ്രിയ ഗുരു ശിശിരമൻ തന്നെയാണ്. അടുത്തതായി തില്ലാന.
നദൃദധീം തന്നനതോം തദരദനി നദൃദധോം നദൃദധോം നദത്തില്ലന 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 നദൃദധീം തന്നനതോം തദരദനി നദൃദധോം നദൃദധീം തന്നനതോം നദൃദധീം തന്നനതോം തദരദനി നദൃദധോം നദൃദധോം നദത്തില്ലന 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 നദൃദധീം നദൃദധീം തന്നനതോം തദരദനി നദൃദധോം നദൃദധോം നദത്തില്ലന 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 നദൃദധീം തന്നന നദൃദധീം തന്നനതോം തദരദനി നദൃദധോം നദൃദധോം നദത്തില്ലന നദൃദധും തജ്ജും തജ്ജും തത്രകടതും തജ്ജും തത്രകടതും തഗതജ്ജും തത്രകടതും തജ്ജും തഗതജ്ജും തരകടതും 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 തദരദനി ധിരന നിദഉദനദനി ധിരന തദനദനി ധിരന നിദഉദനദനി ധിരന തദനദനി ധിരന നിദഉദനദനി
కిటజం మదనిద కిటజం గపసత కిటజం మదనిద కిటజం గపసత కిటజం మదనిద కిటజం గపసత కిటజం సానిరవ సనిరవ మగరి సనద్రద ధీం తన్ననతో తదరదని నాద్రదతో నాద్రదతో నదదిల్ల నాద్రద ధీం తన్ననతో తదరదని నాద్రదతో నాద్రదతో నదదిల్ల నాద్రద ధీం తన్ననతో తరికిటజం తరికిటజం తజుణుద తరికిటజం తరికిటజం జం తజుణుద తరికిట తక తదిత్తలాంగు తక తరికిట తక తక దిత్తలాంగు దో ధరికిట ధరికిటదో ధరికిటదో తరికిట తక తదిత్తలాంగు తక తరికిట తక తక దిత్తలాంగు దో ధరికిట ధరికిటదో 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 తిల్లాన దిత్తిల్లాన తిల్లాన దిల్లాన దిత్తిల్లాన తిల్లాన దిత్తిల్లాన తిల్లాన దిల్లాన దిత్తిల్లాన దిల్లా సరి మగరి దరి మదదని గవసస్తని దవ మగ మగరి నాద్రదతో నాద్రదతో నదతిల్లాన నాద్రద ధీం తన్ననతో తదరదని నాద్రదతో నాద్రదతో నదతిల్లాన నాద్రద ధీం తన్ననతో ఓ వదనమదే విరిసనే అతరమదే మురిసనే వదనమదే విరిసనే అతరమదే మురిసనే మధురగానంబరేన మురళి మనోహరుడదే మధురగానంబరేన మురళి మనోహరుడదే మదన కదన కుతూహలుడు బ్రహ్మనే మదన కదన కుతూహలుడు బ్రహ్మనే మదన కదన కుతూహలుడు బ్రహ్మనే బిర్రన 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 రావి వదనమదే విరిసనే అదరమదే మురిసనే మధురగానంబరేన మురళి మనోహరుడదే మదన కదన కుతూహలుడు రమ్మని బిర్రన 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 రావి తరికిటజం తరికిటజం తజునుద తరికిటజం తరికిటజం జం తజునుద తరికిట తక తదిత్తలాంగు తక తరికిట తక తదిత్తలాంగు దో ధరికిటదో ధరికిటదో తరికిట తక తదిత్తలాంగు తక తరికిట తక తదిత్తలాంగు దో ధరికిటదో 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 తిల్లాన దిత్తిల్లాన తిల్లాన దిల్లాన దిత్తిల్లాన తిల్లాన దిత్తిల్లాన తిల్లాన దిల్లాన దిత్తిల్లాన తిల్లా సరి మగరి సరి మదదని గవదస్తని దవ మగ మగరి నాద్రద ధీం తన్ననతో తదరదని నాద్రదతో నాద్రదతో నాద్రదిల్లాన 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 నాద్రద ధీం తన్ననతో నాద్రద ధీం తన్ననతో నాద్రద ధీం తన్ననతో അത്യന്തം മനോഹരമായ ഒരു ഭരതനാട്യ കച്ചേരി അവതരിപ്പിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഈ കുട്ടിക്ക് ആദരിക്കുന്നതിനായി
പ്രശസ്ത നിരൂപകൻ ജോർജസ് പോൾ സാറിനെ ഒന്ന് ക്ഷണിക്കുകയാണ്. സാറ് 2 വാക്ക് സംസാരിക്കും. 2 വാക്കല്ല സംസാരിക്കേണ്ടത്, ശരിക്കും കുറച്ചധികം സംസാരിക്കണമെന്നുണ്ട്. പക്ഷേ സമയം പോയതുകൊണ്ട് ഞാൻ 2 വരി മാത്രമേ പറയാനുള്ളൂ. അടുത്ത കാലത്ത് ഭരതം ഇതിൻ്റെ വേദിയിൽ വന്ന ഡാൻസേഴ്സിൽ വളരെ ശ്രദ്ധിക്കപ്പെട്ട ഒരു നൃത്തമാണ് നമ്മളിവിടെ കണ്ടത്. യാതൊരു സംശയമില്ല. അല്പം അത് ശുദ്ധനൃത്തത്തിലായാലും അഭിനയത്തിലായാലും ഒരുപോലെ മികവ് പുലർത്തുന്ന ഒരു നർത്തകി. ഷീസ് എ സീസൺഡ് ഡാൻസർ എന്നുള്ളത് അത് സ്റ്റേജിൽ വന്നപ്പോൾ തന്നെ മനസ്സിലായി. പിന്നെ തിരഞ്ഞെടുത്ത ഐറ്റംസ് എല്ലാം തന്നെ വളരെ ക്യാപ്റ്റിവേറ്റിംഗ് ആൻഡ് വെറൈറ്റി ഉണ്ടല്ലോ. വാസ്തവം പറഞ്ഞാൽ ഞാൻ ലാൽഗുഡിയുടെ ഇന്നും മനം അത് എനിക്കൊന്ന് 3ാമത്തെ 4ാമത്തെ പ്രാവശ്യമാണ് കാണുന്നത് ഈയിടെ 2 മാസത്തിനുള്ളിൽ. പക്ഷെ അത് കലാക്ഷേത്ര അരുൺ ശങ്കറല്ലേ കോറിയോഗ്രാഫി ചെയ്യണേ, ഇന്ദുമന്മനം. അതിൻ്റെ പ്രത്യേകതയുണ്ട്, ആ കോറിയോഗ്രാഫിയുടെ പ്രത്യേകതയുണ്ട്. അതനുസരിച്ച് വളരെ ഭംഗിയായിട്ട് പിന്നെ ഊർമിള അത് അവതരിപ്പിച്ചു. എനിക്ക് ഊർമിളയുടെ ഫുഡ് മൂവ്മെൻറ്റ്സാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. വളരെ എന്താ പറയുക, ഒട്ടും ഹാർഷല്ലാതെ പിന്നെ സോഫ്റ്റായിട്ടുള്ള ഫുഡ് മൂവ്മെൻറ്റ്സ് വളരെ നന്നായി. പിന്നെ നമ്മുടെ നാട്ടിലെ ആൾക്കാർ ഈ ഭരതനാട്യത്തിലൊന്നും കുറവഞ്ചി ചേർക്കാറില്ല. അത് എന്താണ് മറ്റേ ഫോക്കല്ലേ എന്ന് പറഞ്ഞിട്ട്, അങ്ങനെയല്ല. തമിഴ്നാട്ടിലാണെങ്കിൽ അവർ ചേർത്ത്, തമിഴ്നാട്ടിലല്ല കേരളത്തിന് പുറത്ത്. അത് മാത്രമല്ല, അത് കോറിയോഗ്രാഫി ചെയ്തേക്കുന്നത് തഞ്ചാവൂർ നാൾവർ എന്ന് പറഞ്ഞാൽ ഭരതനാട്യത്തിൻ്റെ മാർഗം പിന്നെ ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അതാണ് നമ്മളൊരു ഫോക്ക് ട്രഡീഷൻ ഒരിക്കലും മറക്കരുത്. അതെടുത്തതിന് പ്രത്യേകം ഒരു നന്ദി. പിന്നെ അത് മാത്രമല്ല, ഇവിടെ ഇരിക്കുന്ന പുലികൾ എന്താ പറയുക സാധാരണ ഭാഷയിൽ, അപ്പോൾ ഞാൻ അവരുടെ പേരൊന്നും ഇതിലൂടെ ഇരുന്നിട്ടൊന്നും തോന്നുന്നു, പേര് പറഞ്ഞില്ലെങ്കിൽ മോശം. ഗുരു അല്ലേ, ശിശിരദാസ് നട്ടുവാങ്കം ചെയ്താൽ ഞാൻ പോലും ഡാൻസ് ചെയ്തു പോവും. വോക്കൽ അസനാണ്. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, പേര് തന്നെ ശ്രുതിന്നാ, ആ ശ്രുതി ചേർത്ത് തന്നെ പാടുന്നത്. അസലും പാട്ട്. മൃദംഗം നവീന എനിക്ക് നേരത്തെ അറിയാം, പ്രത്യേകിച്ച് അറിയേണ്ട. ഞാൻ പ്രസിഡൻ്റായിട്ടുള്ള ഷട്കാല ഗോവിന്ദമാരാർ സമിതിയിൽ അവിടെ അല്ലേ, അതെ, അവിടെ രാമമംഗലത്ത് വന്നിട്ട് അന്ന് തന്നെ എനിക്കറിയാം. നല്ല അസൽ മൃദംഗം, നല്ല റെസൊണേറ്റ്, ആ ശബ്ദത്തിന് പ്രത്യേക അഭിനന്ദനം. അതുപോലെ തന്നെ ബിജു അന്നമനട ഉഗ്രം വീണയാണ്. ഉഗ്രം വീണത് ഞാൻ എൻ്റെ അടുത്തിരുന്നോണ്ട് പറയേണ്ടായിരുന്നത്. അസൽ വീണ, അത് തൊടുമ്പോൾ തന്നെ നമുക്ക് രാഗം അറിയാം അവിടെ. അതുപോലെ തന്നെ നിഖിൽ അയൂർ, നിങ്ങൾക്കെല്ലാവർക്കും പ്രത്യേകമായിട്ടുള്ള ഒരു അഭിനന്ദനം എൻ്റെ വക. പിന്നെ പറയേണ്ടല്ലോ, ഊർമിളയ്ക്ക് ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങളും. ഇനിയും ധാരാളം തൃശ്ശൂർ വന്ന് പ്രവർത്തിക്കണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് നിർത്തും. നന്ദി സാറ്, ജോർജസ് പോൾ സാറിനെ സംബന്ധിച്ചിടത്തോളം ഭരതം തുടങ്ങിയപ്പം മുതൽ ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ ഒരു ഗുരുവായിട്ട് നിൽക്കുന്ന ആളാണ് ജോർജസ് പോൾ സാറ്. അപ്പോൾ അദ്ദേഹത്തിന് പ്രത്യേകം നന്ദി പറയാണ്. നന്ദി പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി വൈസ് പ്രസിഡന്റ് മധുസൂദൻ സാറിനെ ക്ഷണിക്കുന്നു. ഈ ചടങ്ങിന് നന്ദി പറയുക എന്നുള്ളതാണ്. പക്ഷേ അതിന് മുമ്പായിട്ട് 1-2 കാര്യങ്ങൾ സൂചിപ്പിക്കാനുണ്ട്. ഭരതത്തിൻ്റെ ഉൽപ്പത്തി നിലയംകോട് നാരായണൻ സാറ് വഹിച്ച പങ്കിനെ പറ്റിയൊക്കെ നേരത്തെ പ്രസിഡന്റ് പറഞ്ഞു കഴിഞ്ഞതാണ്.
പക്ഷേ എങ്കിലും നമ്മൾ പഴയ ഭരതത്തിലേക്ക് ഇപ്പോഴും എത്തിയിട്ടില്ല, വർഷങ്ങൾ ഇത്രയായെങ്കിലും. അതിൻ്റെ കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാം. പക്ഷെ നമ്മൾ അതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നിങ്ങളുടെ ഓരോരുത്തരുടെയും സഹായ സഹകരണങ്ങൾക്ക് ഞങ്ങൾക്ക് ആവശ്യമാണ്. ഇതിൽ മെമ്പർഷിപ്പ് എടുക്കാത്തവർ അംഗങ്ങളായി ചേരണം, മറ്റുള്ളവർ ഞങ്ങളെ സഹായിക്കണം. ഇതൊക്കെയാണ് പറയാനുള്ളത്. പുതിയ പുതിയ പരിപാടികൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. വ്യത്യസ്തമായ വിവിധങ്ങളായ പരിപാടികളായിരിക്കും ഇനിയുള്ള മാസങ്ങളിൽ വരിക. എന്തായാലും കാര്യത്തിലേക്ക് കടക്കുകയാണ്. ദ്വൈമാസ പരിപാടിയുടെ ഭാഗമായിട്ടാണ് ഇന്ന് ഊർമിളയുടെ ഭരതനാട്യ കച്ചേരി ഇവിടെ അവതരിപ്പിക്കാൻ തീരുമാനിച്ചത്. പക്ഷേ വളരെ ഞെട്ടിക്കുന്ന രീതിയിൽ വളരെ അത്യന്തം മനോഹരമായ ഒരു ഭരതനാട്യ കച്ചേരിയാണ് നിങ്ങളെല്ലാവരും ഇവിടെ കണ്ടത്. അതിന് ഊർമിളയോട് പ്രത്യേകം നന്ദി പറയുകയാണ്. പക്ഷെ അതുകൂടെ ഒരു കാര്യം കൂടെ പറയാം. ഇത്രയും ഒരു പക്കവാദ്യത്തോടു കൂടി ഒരു ഭരതനാട്യ കച്ചേരി അവതരിപ്പിക്കുന്നതിനുള്ള ബുദ്ധിമുട്ടും ചെലവും എന്താണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെങ്കിലും വളരെ തുച്ഛമായ ഒരു പ്രതിഫലത്തോടു കൂടി മാത്രമാണ് വളരെ ഡെഡിക്കേറ്റഡായ ഈ കുട്ടി ഈ പരിപാടി ഇന്നിവിടെ അവതരിപ്പിച്ചത്. അതിന് പ്രത്യേകം നന്ദി പറയുകയാണ്. പിന്നെ ഊർമിളയെപ്പറ്റി ഒരു വാക്ക് പറഞ്ഞില്ലെങ്കിൽ അത് വളരെ കുറഞ്ഞു പോകും. MA അതായത് പെർഫോമിംഗ് ആർട്സ് കഴിഞ്ഞിട്ട് MBA കഴിഞ്ഞ ശേഷം PhD ചെയ്യുന്നു എന്ന് കാണുന്നുണ്ട്. വളരെയധികം കച്ചേരികൾ ഈ മഹാക്ഷേത്രങ്ങളിലും മറ്റ് സാംസ്കാരിക സംഘടനകളിലും അവതരിപ്പിച്ചിട്ടുണ്ട്. വളരെ പ്രശസ്തരെയാണ്. 25 കൊല്ലമായിട്ട് ഈ രംഗത്തുണ്ട്. ആദ്യം ഒരു ഇവിടെ ഇരിപ്പുണ്ട് ഗിരിസാറാണ് അല്ലേ. പക്ഷേ എങ്കിലും ഇന്നും ഇത് കൈവിടാതെ പോകുന്നത് എന്തുകൊണ്ട് എന്ന് ആലോചിക്കണം. ആ കലയോടുള്ള അഭിനിവേശമാണ്. കാരണം എന്താണ്, അദ്ദേഹം ഒരു എയറോസ്പേസ് എഞ്ചിനീയറും കൂടെയാണ്. അപ്പോൾ നമ്മുടെ ഔദ്യോഗിക തിരക്കുകൾക്കിടയിൽ കൂടി ഇത്രയും ഭംഗിയായിട്ട് ഇത് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ചില്ലറ പാടല്ല, എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, വളരെ ഭംഗിയായിട്ട് ഈ കച്ചേരി ഇവിടെ അവതരിപ്പിക്കാൻ നമുക്ക് വേണ്ടി അവതരിപ്പിച്ച ഊർമിള മുല്ലപ്പള്ളിക്ക് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് പിന്നണിയിൽ പ്രവർത്തിച്ചവർ നേരത്തെ സാർ പറഞ്ഞിരുന്നു, എങ്കിലും ഞാൻ ഒന്നുകൂടെ പറയുകയാണ്. നട്ടുവങ്കം ശിശിരദാസ് മാഡം, അതേപോലെ തന്നെ ശ്രുതി, ശുദ്ധമായ ശ്രുതിയിൽ ഇന്ന് സംഗീതം നമുക്ക് കേൾക്കാൻ സാധിച്ചു. അതിന് ശ്രുതി ചന്ദ്രശേഖർ, അതേപോലെ തന്നെ മൃദംഗത്തിലെ നവീൻ നമ്മളെ പുതിയ ആളല്ല, ഇവിടെ എല്ലാവർക്കും പരിചിതനാണ്. വീണയിലുള്ള ബിജു അന്നമാട, ഫ്ലൂട്ട് വായിച്ച നിഖിൽ ഐരൂർ എന്നിവർക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം വളരെ ഭംഗിയായി ഇന്ന് സൗണ്ട് സിസ്റ്റം അതേപോലെ തന്നെ ശബ്ദവും വെളിച്ചവും ഒരുക്കി തന്ന കേരള സൗണ്ട്സിനോട്, ഈ ഹാൾ അവതരിപ്പിച്ചു തന്ന കേരള സാഹിത്യ അക്കാദമിയോട്, അതേപോലെ തന്നെ നിങ്ങൾ ഇവിടെ ഇന്ന് കാണികളായി വന്ന് ഞങ്ങൾക്ക് വേണ്ട പ്രോത്സാഹനം തന്ന നിങ്ങൾ ഓരോരുത്തരോടും നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അവസാനിപ്പിക്കുന്നു. താങ്ക് യു. അപ്പോൾ പരിപാടി അവസാനിച്ചു. ഇനി അടുത്ത പരിപാടി ജനുവരി 18-ാം തീയതിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അവസാനമായിട്ട് ഞാൻ ഒന്നും കൂടെ നന്ദി, എൻ്റെ ഭാഗത്തുനിന്നൊരു നന്ദി പറയുകയാണ്. ഭാരതത്തിൻ്റെ ഭാരവാഹികളോട് ഈ അവസരം എനിക്ക് തന്നതിൽ ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. ഞാൻ സത്യത്തിൽ ഇന്ന് ഈ പരിപാടി ഇവിടെ ഭരതനാട്യം ഇവിടെ അവതരിപ്പിക്കാൻ പറ്റുമെന്ന് കരുതിയിരുന്നതല്ല. എൻ്റെ മുട്ടിന് ചെറിയൊരു പ്രശ്നം വന്നിട്ട് ഞാൻ കഴിഞ്ഞ 3-4 ദിവസം മുമ്പാണ് ഡോക്ടറെ ഒന്ന് കാണിച്ചുള്ളൂ. അപ്പോൾ ഡോക്ടർ ഒരു മാസം റെസ്റ്റ് പറഞ്ഞതാണ്. ഇനി കളിക്കരുത് എന്നും കൂടെ പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ തവണ ഈ കളിയൊന്ന് കഴിഞ്ഞിട്ട് ഇനി എൻ്റെ 1 മാസം തുടങ്ങുകയായി റെസ്റ്റിന്. അപ്പോൾ അതിന് ഗുരുവായൂരപ്പനോട് നന്ദി പറയുകയാണ്. ഇന്ന് ഇവിടെ അവതരിപ്പിക്കാൻ പറ്റിയതിൽ ഗുരുവായൂരപ്പനോട് ഒരുപാട് നന്ദി. പിന്നെ എൻ്റെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്നിട്ടുള്ള എൻ്റെ ഗുരുവിൻ്റെ ഗുരു ഹുസ്ന ബാനു ടീച്ചർ വന്നിട്ടുണ്ട്. ഒരുപാട് നന്ദി ടീച്ചർ ഇവിടെ വരുന്നതിന്. എൻ്റെ ഗുരു ഗിരിമാഷ ഇവിടെ വന്നിട്ടുണ്ട്. ഒരുപാട് നന്ദി മാഷെ. രചനേച്ചി ഇവിടെ വന്നിട്ടുണ്ട്. നന്ദിയുണ്ട് രചനേച്ചി എല്ലാവരും വന്നിട്ടിങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നതിന്. പിന്നെ എൻ്റെ ഗുരു പക്കമേളക്കാർ എല്ലാവർക്കും നന്ദി. എല്ലാവരെയും നന്ദി അറിയിക്കുകയാണ്. പിന്നെ ഫോട്ടോ ആൻഡ് വീഡിയോ നിതിൻ നന്ദിയുണ്ട്. എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. താങ്ക് യു.